നമുക്കിതോടെ കക്കർച്ചി അച്ചാറിടാം. അപ്പം ഞാൻ കക്കർച്ചി നന്നാക്കിയേക്കുന്നത് കൈയും കൊണ്ട് ഞെരടിയാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കക്കർച്ചി കൊണ്ട് അടുത്തൊരു വിഭവം ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് നന്നായി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം കക്കർച്ചി എടുത്ത് വെച്ചേക്കാണ്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈയും കൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്കിനി വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇത് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് കക്കർച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമായി കണ്ടോ. ഒന്നും അധികം വെള്ളമില്ല, പാകത്തിലായിപ്പോൾ. ഇനി നമുക്കിതൊന്ന് വറക്കാം. കക്കർച്ചിയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. നന്നാക്കി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴുത്തുവേദനയൊക്കെ ആയിട്ട് തോന്നും. അപ്പം അതെങ്ങനെയാണ് നന്നാക്കുന്നത് എന്നുള്ളത് 10 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റ് മതിയോ നന്നാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഇതിൽ കൂടെ തന്നെ പഠിക്കാം. കക്കർച്ചി അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് മുരിയരുത് കേട്ടോ. ഒരു ശബ്ദം കേൾക്കണതില്ലേ, അത് വേണ്ട. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് ഈ കക്കർച്ചിയുടെ അച്ചാറ് കഴിച്ചു തുടങ്ങാൻ പറ്റും. എന്നെ അമ്മ ഇങ്ങനെ പതഞ്ഞ് പോകും കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഈ കരിയരിപ്പ് ഉണ്ടാവുകയും വേണം കണ്ടോ. ഈ ഒരു ശബ്ദം ഇത് മതി കേട്ടോ. ഇതുകൂടി ഇരിക്കട്ടെ, നമുക്ക് അടുത്തിടാം. മൂന്ന് പ്രാവശ്യം കൊണ്ടൊക്കെ ഇത് നമ്മൾ വറുത്ത് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ കക്കർച്ചി അച്ചാറിനോട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരു ദിവസം ഇട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനത് ഇട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ കക്കർച്ചി വറുത്തു. കക്കർച്ചി വറുത്തതിന് ശേഷം വെളുത്തുള്ളി 150 ഗ്രാം ചേർത്തു. 250 ഗ്രാം ഇഞ്ചിയും ചേർത്ത്. ഇതിൽ ഇഞ്ചിയാണ് കേട്ടോ കൂടുതൽ ചേർക്കേണ്ടത്. പച്ചമുളക് ആവശ്യത്തിനിടാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടിടാം. അപ്പോൾ അതെല്ലാം വീണ്ടും നമ്മളൊന്ന് അതിലേക്ക് വറക്കാണ്. വറുത്തതിന് ശേഷം മുളക് പൊടി ഇട്ടു. ഞാൻ ഇട്ടത് കാശ്മീരി മുളകും സാദാ മുളകും കൂടി 2.5 ടേബിൾ സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി വഴറ്റിയെടുത്തിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തതെല്ലാം ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തിട്ട് എണ്ണ പോരാ എന്നുണ്ടെങ്കിൽ വേറൊരു ചട്ടിയിൽ ചൂടാക്കിയിട്ട് ഈ എണ്ണ തിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പറഞ്ഞതുപോലെ അല്ല കേട്ടോ, ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തന്നെ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം ഞാനത് ചെയ്തു തരാം കേട്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളൊന്നും അത് കിട്ടിയെന്ന് വരില്ല. നമ്മളത് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത് റെക്കോർഡിങ്ങിൽ വരാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് നിങ്ങൾക്ക് ഇടാം. അപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കക്കർച്ചിയുടെ അച്ചാറ് ഇപ്പോൾ ഈ പരുവത്തിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ താഴെ നല്ല എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? കക്കർച്ചിയിൽ നമ്മൾ എത്ര എണ്ണ ഒഴിച്ചാലും അതിങ്ങനെ നമ്മൾ മാങ്ങച്ചാറോ നാരങ്ങച്ചാറോ ഒക്കെ ഇടുന്നത് പോലെ പൊങ്ങി വരില്ല കേട്ടോ. അത് ഈ സമയത്താണ് നമുക്കിങ്ങനെ കണ്ടോ
ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന സമയത്ത് നന്നായി തന്നെ എണ്ണ ഉണ്ട് ഇതിൽ. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എണ്ണ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് എണ്ണ എടുക്കണ്ട, കാരണം നമ്മളിത് പൊരിച്ചൊക്കെയാണല്ലോ എടുക്കുന്നത്. അപ്പം തന്നെ ഇതിൽ എണ്ണ നന്നായിട്ടുണ്ട്. പിന്നെ കക്കിറച്ചി ഭയങ്കരമായിട്ട് ഒരുപാട് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ കക്കിറച്ചി. അപ്പം അതും നോക്കിയിട്ടൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻ്റൊക്കെ പറയണം കേട്ടോ, കക്കിറച്ചി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം ഞാൻ ആ കമൻറ്റിൽ തന്നെ ഇത് എഴുതി തരാം, എങ്ങനെയാണ് മറുപടിയായിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. കക്കിറച്ചി വൃത്തിയാക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. ഉണ്ടോ, ഇത് മതി മക്കളെ ഒരുപാട് ചോറ് തിന്നാനായിട്ട്. കഞ്ഞിയായാലും ചോറായാലും ഈ കക്കിറച്ചി അച്ചാറ് മാത്രം മതി. നല്ല എണ്ണയിലാട്ടോ ഇത് കിടക്കുന്നേ. ഉണ്ടോ.